ഓരോരോ രേഖകൾ ഇവർ സൃഷ്ടിച്ചു. പക്ഷേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ, അതായത് ആൾക്കാരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്, ശരിക്കും പറഞ്ഞാൽ കേരളത്തിലേക്ക് ഇതിൻ്റെ തുടക്കം തൊട്ടിട്ട് അർജൻറ്റീനിയൻ ടീമും മെസ്സിയും എത്തിയാലെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾ അന്ന് വി അബ്ദുൾ റഹ്മാൻ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു കച്ചവട തന്ത്രമാണ് അദ്ദേഹം മന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ടും ഫൈറ്റ് ചെയ്ത്. ശ്രീ പ്രമോദ് കുന്നുംപുറത്ത് രേഖയുണ്ടോ എന്ന് ചോദിച്ചാൽ ചില രേഖയെല്ലാം ഉണ്ട്. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ ഉണ്ട്, ധനകാര്യ മന്ത്രാലയത്തിന്റെ ഉണ്ട്. പക്ഷെ അതൊക്കെ മറ്റ് വ്യത്യസ്ത ആംഗിളുകളിലുള്ളതാണ്. അല്ലാതെ അതിനകത്തൊന്നും ശ്രീ പ്രമോദ് കുന്നുംപുറത്ത് നമുക്ക് പരിശോധിച്ചാൽ ഈ ഫിഫയുടെ അല്ലെങ്കിൽ AFFന്റെ അനുമതി, സ്റ്റേഡിയം കൈമാറ്റത്തിന്റെ നിയമസാധുത, ഈ സ്പോൺസർ നിയമനത്തിലെ സുതാര്യത, ഇതൊന്നും അതിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് കാണിക്കാൻ കുറച്ച് രേഖകൾ ഇങ്ങനെ കേന്ദ്ര കായിക മന്ത്രാലയവുമായി നടത്തിയ കമ്മ്യൂണിക്കേഷൻ, ധനകാര്യ മന്ത്രാലയവുമായി RBIയുമായി നടത്തിയ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ചിലതൊക്കെ ഉണ്ട് ശ്രീ പ്രമോദ് കുന്നുംപുറത്ത്. അതൊക്കെ ഒരു പിടിവള്ളിയായി തീരുവോ? തട്ടിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ രേഖകൾ ഉണ്ടാക്കി വെക്കും എന്ന് പറഞ്ഞതുപോലെ ഓരോരോ രേഖകൾ ഇവർ സൃഷ്ടിച്ചു. പക്ഷേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ, അതായത് ആൾക്കാരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്, ശരിക്കും പറഞ്ഞാൽ കേരളത്തിലേക്ക് ഇതിൻ്റെ തുടക്കം തൊട്ടിട്ട് അർജൻറ്റീനിയൻ ടീമും മെസ്സിയും എത്തിയാലെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾ അന്ന് വി അബ്ദുൾ റഹ്മാൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് നൈസായിട്ട് ഊരാൻ വേണ്ടി മറ്റൊരു ടീമിനെയും കൂടെ കൂട്ടി. അത് അതിലും വലിയൊരു ടീമായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തെ മുഴുവന് അത് കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഘട്ടങ്ങളിൽ പോയിട്ട് മെസ്സി ഇന്ന ആഴ്ച വരും, ഇന്ന ആഴ്ചയിൽ എത്തും എന്ന് പറഞ്ഞ ആവേശം കൊള്ളിച്ച് ഇവിടുത്തെ ഫുട്ബോൾ വികാരത്തെ ശരിക്കും ഒരു അദ്ദേഹം ഒരു കച്ചവടക്കാരനാണെന്നാണ് അറിയുന്നത്. അപ്പോൾ ആ ഒരു കച്ചവട തന്ത്രമാണ് അദ്ദേഹം മന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ടും ഫൈറ്റ് ചെയ്ത്. എന്നാൽ നമ്മളുടെ നിയമവ്യവസ്ഥേനെ അതിന് പാലിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, 1 ലക്ഷം രൂപ മാത്രം മൂലധനമുള്ള ഒരു കമ്പനി, അതും ഒരു മാസം മുമ്പ് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ്. ആ കമ്പനി മുഖാന്തരം പോകുമ്പോൾ തന്നെ നമ്മൾക്ക് സാമാന്യമായിട്ട് ചിന്തിക്കുവാൻ പറ്റുന്നതല്ലേ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ജനങ്ങളിലോട്ട് എത്തിച്ചത് എന്തായിരുന്നു? ഇറക്കിയിരുന്ന ഓരോ ആളുകൾ ഇറക്കിയിരുന്ന വീഡിയോകൾ എന്തായിരുന്നു? മെസ്സി ഇന്നയിടത്ത് വന്നിറങ്ങും, അവിടുന്ന് നടന്നു പോകും, അവിടുന്ന് ഇന്ന വണ്ടിയെ കയറും, ഇന്ന ആൾക്കാരെ കാണും, 200 കോടി രൂപ മുടക്കാകുന്ന മൂലധനം 1 ലക്ഷം രൂപയുള്ള ഒരു കമ്പനിക്കാണോ കൈമാറുന്നത്? നമുക്ക് അപ്പം ജനങ്ങളെ ഈ മാഞ്ചിയം തട്ടിപ്പ് മാതിരി, അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയിൻ സിസ്റ്റം തട്ടിപ്പ് മാതിരി ജനങ്ങളെ ഗോട്ടാർഡ് ഗ്ലോബൽ കമ്പനിയുടെ പ്രപ്പോസലിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നില്ല കേട്ടോ. അവർക്ക് പിന്നെ എന്ത് റോളാണുള്ളതെന്ന് സംബന്ധിച്ച് ഒരു രേഖയില്ല, അത് അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മലയാളികൾ ചിന്തിക്കണം. നമ്മളെ പണ്ടൊക്കെ പറ്റിച്ചുകൊണ്ടിരുന്നത് ഓരോ സ്വകാര്യ കമ്പനികൾ അല്ലെങ്കിൽ മറ്റുള്ളവരായിരുന്നു. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ പോലും നമ്മൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത ഒരിതാണ് വന്നിരിക്കുന്നത് പോയ കാലഘട്ടത്തിൽ. കാരണം നമ്മളെങ്ങനെ വിശ്വസിക്കും? ഇവർ നടത്തിയിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിൽ, ഇപ്പോൾ ഈ SKFയിൽ തന്നെ നടന്നിരിക്കുന്നത് ഇതിലും വലിയ അഴിമതികളാണ് നടന്നിരിക്കുന്നത്. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ, ഓപ്പൺ ജിമ്മിൻ്റെ പ്രവർത്തനങ്ങളിൽ 4 ലക്ഷം, അതിനുള്ള തെളിവ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കയ്യിലില്ലേ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നേ. ഞങ്ങളുടെ കയ്യിൽ 4 ലക്ഷം രൂപയ്ക്ക് ഫിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെയൊക്കെ റോട്ടിൽ കൊണ്ടുവന്ന് 15 ലക്ഷത്തിനും 25 ലക്ഷത്തിനുമാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അഴിമതികൾ പുറത്തോട്ട് വരുമെന്ന് പൂർണ്ണമായ ബോധ്യം വി അബ്ദുൾ റഹ്മാനും അദ്ദേഹത്തിൻ്റെ മന്ത്രി ഓഫീസിനും ഉണ്ടായതിനെ തുടർന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആകപ്പാടെ രക്ഷപ്പെട്ട് മന്ത്രിസഭ പോകുന്നത് വരെ അവർ മെസ്സി വരികയില്ല, ഇന്ന് വരെ മെസ്സി വരികയില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സി വരികയില്ലെന്ന് എവിടെയെങ്കിലും വി അബ്ദുൾ റഹ്മാൻ മെസ്സി വരികയില്ല കേട്ടോ എന്ന് പറഞ്ഞു. മെസ്സി ചതിച്ചു എന്നല്ലേ പറഞ്ഞുള്ളൂ, മറ്റൊന്നും പറഞ്ഞില്ലല്ലോ. മെസ്സി വരൂ ടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പറഞ്ഞതല്ലേ ഉള്ളൂ. മെസ്സി വരും അല്ലാതെ വേറൊരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. പ്രമോദ് കുന്നുംപുറത്ത് ഇതിന്റെ ഏതെല്ലാം തലങ്ങളിലുള്ള അന്വേഷണം നടക്കണമെന്നാണ് ഇതുവരെയുള്ള രേഖകൾ അടിസ്ഥാനമാക്കി താങ്കൾ പറയുക? ഇത് ദേശീയ ഏജൻസികൾ അടക്കമുള്ള ഒരു അന്വേഷണം നടന്നാൽ മാത്രമാണ് ഇതിൻ്റെ കൃത്യമായുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. കാരണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വരെ മനസ്സിലായ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു തട്ടിപ്പായിരുന്നു, പറഞ്ഞു വഞ്ചിച്ച കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ ഇവർ ഈ പണം നൽകിയിട്ടുണ്ട് ഇന്ന എഴുതുന്ന കൃത്യമായ രേഖകളോ മറ്റുള്ളതോ ഇല്ലായിരുന്നു. അതിനനുസരിച്ച് അതിന് GST മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച നടന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുകയും കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും ഈ കായിക മേഖലയിൽ ഇനി ഇങ്ങനെ ഒരു പ്രവർത്തനം
ഉണ്ടാവരുത് എന്നും കൂടിയാണ്. കാരണം ഇത് ഒട്ടനവധി ആളുകളുടെ ഗ്രൗണ്ടിലിറങ്ങി വിയർപ്പൊഴുക്കുന്ന കായിക താരങ്ങളുടെയും അതുപോലെ തന്നെ സ്പോർട്സ് പ്രേമികളുടെയും എല്ലാം വന്നിട്ടുള്ള ഒരു ഇതാണ്. ഇതിൽ അമിതമായ രാഷ്ട്രീയവും ബിസിനസ് മൈൻഡോട് കൂടിയിട്ടുള്ള ആളുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ പിടിച്ച് പുറത്താക്കാതെ നമ്മുടെ കേരളത്തിലെ കായികരംഗം രക്ഷപ്പെടിയാലെന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. ഒറ്റ കാര്യം ശ്രീ പ്രമോദ് കുന്നംപുറത്ത്, താങ്കൾ പറയുന്നത് RBC കമ്പനിയും അബ്ദുറഹ്മാനും വഴി മെസ്സി വരില്ല കേട്ടോ എന്ന് തന്നെയാണോ താങ്കൾക്ക് മെസ്സി ആരാധകരോട് പറയാനുള്ളത്? തീർച്ചയായും മെസ്സി വരില്ല കേട്ടോ എന്നുള്ളത്, മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞത് മെസ്സി വരില്ല കേട്ടോ എന്ന് തീർത്ത് ജനങ്ങൾ ഇനിയും പ്രതീക്ഷയോടുകൂടി ആരും കാത്തിരിക്കരുത്. കാരണം മെസ്സി വരില്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു കാര്യങ്ങളും നടത്തിയിട്ടില്ല. ഇതൊരു തട്ടിപ്പ് സംഘം നടത്തിയ മനുഷ്യരെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു പറ്റിക്കുക എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു സംശയിക്കുകയും വേണ്ട. കേരള ജനതയോട് തീർത്ത് പറയാം, അത് കായിക പ്രേമികളോടും അതുപോലെ ഫുട്ബോളിലെ ഒരുപാട് ആരാധിക്കുന്നവരോ എല്ലാവരോടും തീർത്ത് പറയാം, ഒരു കാരണവശാലും ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സുതാര്യമല്ലായിരുന്നു. അതോടൊപ്പം ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്ന പണമിടപാടും അതുപോലെ ജനങ്ങളെ പറ്റിച്ചതിനും നിയമത്തിനു മുമ്പിൽ വരണം. ഇതൊക്കെ നേരത്തെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ മന്ത്രിക്ക് സാധിക്കുകയില്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രമിച്ചു, നടന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാമായിരുന്നു. പക്ഷേ അദ്ദേഹം മറ്റുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇത് നീട്ടിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത്. ഈ സ്ഥിരീകരിക്കാത്ത ഒരു മത്സരത്തിന്റെ പേരിൽ, സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു പൊതുമുതൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറി എന്നുള്ളത് ഗുരുതരമായ വീഴ്ച തന്നെയല്ലേ? അതിന് അബ്ദുറഹ്മാൻ മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഇതിൽ എനിക്ക് ഇവരോട് സഹതാപമാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു? മറുപടി പറയാതെ ഒളിച്ചിരിക്കുക, അതിന് ന്യായീകരണം പറയാം, കൈമാറിയില്ലല്ലോ എന്ന്. പിന്നെ എന്തിനാണ് ആ ഗ്രൗണ്ട് കുത്തിപ്പൊളിച്ചത്? അതിന് ചുറ്റുമുള്ള മരം വെട്ടിക്കളഞ്ഞത്? അവിടെ നവീകരണമാണെന്നും പറഞ്ഞ് പണി നടത്തി ആ മേൽക്കൂരയ്ക്ക് ഒക്കെ നാശനഷ്ടം ഉണ്ടാക്കിയല്ലോ. ഗേറ്റ് മറിഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നമുണ്ടായി. അത് പൊതുമുതലിൻ്റെ നശീകരണം തന്നെയാണ്. അതിനുള്ള പണം അദ്ദേഹത്തിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ടോ? അത് മാത്രമല്ലല്ലോ, IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കൊണ്ടുപോയി കവാത്ത് നടത്തിയിട്ടില്ലേ അവിടെ? ആരാണ് ഈ പറഞ്ഞ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ മുതലാളി? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നോ? അവിടെ സല്യൂട്ട് അടിക്കുന്നു, കവാത്ത് നടത്തുന്നു, എന്തൊക്കെ തോന്നിവാസം നടത്തിയത്? ഞാനൊരു കാര്യം പറയാം. 2020 ഒക്ടോബർ മാസം 24-ാം തീയതി റവന്യൂ വകുപ്പിൽ നിന്നൊരു ഉത്തരവിറങ്ങി. അന്ന് ജയതിലകായിരുന്നു അതിൻ്റെ ഉത്തരവ് ഇറക്കിയ ആള്. 2021 ഫെബ്രുവരി മാസം മാത്രം ഉണ്ടായിരുന്ന ഒരു ഉത്തരവ്. ആ ഉത്തരവിൻ്റെ മറവിലാണ് മുട്ടിൽ വില്ലേജിലൊക്കെ മരം മുറിച്ച് കടത്തിയത്. കേരള പോലീസ് 36 കേസിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ തന്നെ ഏകദേശം 10-50ഓളം കേസുകളുണ്ട്. ED അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ജയതിലകിന് പെൻഷൻ പറ്റുന്നതിന് മുമ്പേ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുത്താണ് പിണറായി വിജയൻ സർക്കാർ പറഞ്ഞു വിട്ടത് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് പോയപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഇവിടെ ടെൻഡർ വിളിച്ചില്ല, കരാറ് എങ്ങനെ കൊടുത്തു എന്ന് ചോദിച്ചാൽ സ്പോൺസർ ഏകപക്ഷീയമായിട്ട് സർക്കാർ തീരുമാനിച്ചു. ഉത്തരവ് സർക്കാർ തോന്നിയ പോലെ മന്ത്രിസഭാ യോഗം ചേർന്ന് ഒരു ഉത്തരവ് ഇറക്കി. ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു കളി നടത്താൻ വേണ്ടിയിട്ട് അവരങ്ങ് ഉത്തരവ് ഇറക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേഡിയം കൈമാറുന്നു, പോലീസിന്റെ എസ്കോർട്ട് കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് സർക്കാരും ആ മാധ്യമ പ്രവർത്തകരും ഒക്കെ PR നടത്തുന്നു. മെസ്സി വന്നിറങ്ങുന്ന സ്ഥലം, മെസ്സി പോകുന്ന സ്ഥലം, പിന്നെന്താ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് വേണ്ടി വന്നാൽ അറബിക്കടലോരത്താണ് വരുന്നത്, അതുകൊണ്ട് AR റഹ്മാനെ കൊടുന്ന് അറബിക്കടലോരം പാട്ടിൻ്റെ DJ ഏതാണ്ട് തേങ്ങയൊക്കെ നടത്തുന്നൊക്കെ പറയുന്നുണ്ട്. മലയാളികളുടെ മാനം കപ്പൽ കയറ്റിയ പരിപാടിയാണ്. സർക്കാരിന്റെ വിശ്വാസ്യത വിലക്ക് വെച്ച പരിപാടിയാണ്. അർജന്റീന ടീമിനെ മെസ്സിയെ മുൻനിർത്തിക്കൊണ്ട് ഭൂലോക തട്ടിപ്പാണ് നടത്തിയത്. ആ തട്ടിപ്പിൽ നമ്മുടെ മാനത്തിന് വില പറഞ്ഞൊരു തട്ടിപ്പാണ്. ഇതിന് ഉത്തരവാദിത്തം പറയാനായിട്ട് മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാതുറക്കണം. CPMന്റെ സംസ്ഥാന സെക്രട്ടറി വാതുറക്കണം. മുൻ കായിക മന്ത്രി അബ്ദുറഹ്മാൻ വാതുറക്കണം. ഇതൊക്കെ വല്ലാതെ ആഘോഷിച്ച DYFI നേതാക്കന്മാരൊക്കെ ഒന്ന് രംഗത്ത് വന്ന് മറുപടി പറയണമെന്നേ. മലയാളിയെ ഇതുപോലെ നാണം കടത്തിയ മറ്റൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ കോട്ടിട്ട് ആര് വന്നാലും എന്ത് തട്ടിപ്പ് നടത്താവുന്ന രീതിയിലേക്ക് കേരളത്തിലെ സംവിധാനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്തിച്ചു കൊടുത്തില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 തൊട്ട് 25 വരെ ഈ കത്തടപാടും ഈ കള്ള ഇമെയിലും അയച്ച് ഇതുപോലെ നടത്തിയിട്ട് ഇവർക്ക് മനസ്സിലായില്ല മെസ്സി വരുമെന്ന്, വരില്ല എന്ന്. ഇപ്പോഴും ഇവർ മെസ്സി വരുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷെ കൊള്ളാവുന്ന മന്ത്രിമാർ കായിക വകുപ്പിൽ വന്നപ്പോൾ 2.5 മാസം കൊണ്ട് കണ്ടെത്തി മെസ്സി വരാനും പോകുന്നില്ല, മലയാളിയെ പറ്റിക്കുകയും ചെയ്തു. ഇതിന്റെ ഇടയിൽ കള്ളപ്പണം കടത്തിയിട്ടുണ്ടെന്നും കൂടി അന്വേഷണം നടക്കണമെന്നും കൂടി പറയുകയാണ്. അപ്പൊ കൊള്ളാവുന്നവർ വന്നാലേ വകുപ്പിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ. കേരളത്തിലെ കായിക പ്രേമികൾക്ക്, കായിക താരങ്ങൾക്ക് മുൻമന്ത്രി ഒരു പ്രസ്താവനയിലൂടെ തന്നെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രീ ജിതിൻ ദേവ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഈ മത്സരം നടത്താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും തമ്മിലാണ് കരാറുണ്ടായത്. സർക്കാരിന് ഒരു റോളും ഇല്ല എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ വെളിയിൽ വന്നിട്ടുള്ള ഡോക്യുമെന്റുകളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. Substantive decisions were taken through meetings convened by the then Chief Minister, the then Departmental Minister and the Chief Secretary. Other decisions appear to have been issued as notes by the Private Secretary from the office of the then Departmental Minister. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, none of them are presently in government service. ഈ പോയ ആളുകളെല്ലാം ചേർന്ന് തന്നെയാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്നവർ. അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾക്കൊരു റോളുമില്ലേ, ഇത് AFAയും സ്പോൺസറും തമ്മിൽ നടത്തിയ എന്തോ ഇടപാടാണേ എന്നൊക്കെ പറഞ്ഞ് മുൻമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല നിഷ. കാരണം അതിൻ്റെ തെളിവുകൾ ധാരാളം നമുക്ക് പറഞ്ഞൂടെ. ഇവരെ ക്ഷണിക്കാനെന്ന് പറഞ്ഞ് സ്പെയിനിൽ പോയതാരാ? കേരളത്തിൻ്റെ കായിക മന്ത്രിയല്ലേ. ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കാനായിട്ട് 17/10/2025 ഡിസിഷൻ എടുത്ത ആ ടീമിൽ അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ലേ? ഗ്യാരണ്ടി വേണ്ട സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ലേ? വിനോദ നികുതി ഒഴിവാക്കി കൊടുക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ലേ? അത് മാത്രമാണ് എത്ര തവണയാണ് മെസ്സി വരും ഠോ എന്ന് പല വേദികളിൽ വന്നിട്ട് കേരളത്തിൻ്റെ കായിക മന്ത്രി പറഞ്ഞത്? എത്രയോ CPM നേതാക്കന്മാരും മന്ത്രിമാരും അത് ഏറ്റുപാടി. നേരത്തെ സൂചിപ്പിച്ചോളൂ എന്തെല്ലാം കാണിച്ചത് ഇവിടെ. എനിക്ക് തോന്നില്ല അർജന്റീന ലോകകപ്പ് നേടിയതിനു ശേഷം ഇത്രത്തോളം വലിയ ഒരു എന്താ പറയുക യാത്ര അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആഘോഷ റാലിയൊന്നും അർജന്റീന നടത്തിയില്ല. ഇവിടെ പറഞ്ഞത് 18-20 കിലോമീറ്റർ തുറന്ന വാഹനത്തിൽ മെസ്സി പോകും. രണ്ട് വശത്തും ആൾക്കാർ വന്ന് നിൽക്കുന്നു. മലപ്പുറം ജില്ലക്കാർ ഇവിടെ നിൽക്കണം, കോഴിക്കോട് ജില്ലക്കാർ അപ്പുറത്ത് നിൽക്കണം, കൊല്ലം ജില്ലക്കാർ ഇവിടെ നിൽക്കണം. ഇനി വേറെ എങ്ങോട്ടെങ്കിലും തിരിച്ചു വിടണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് കൈ കാണിക്കുന്നു. മെസ്സി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. എന്തൊക്കെ ബ്ലണ്ടറാണ് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചത്. കളിയാക്കലായിരുന്നു, പൊട്ടന്മാരൊക്കെല്ലായിരുന്നു കേരളത്തിലെ മലയാളി നാടിനെ മൊത്തം അല്ല കേരളത്തെ മുഴുവനും. എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് ചില്ലിക്കാശ് പോയില്ല, അങ്ങനെ പോയില്ല, ഇങ്ങനെ പോയില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ പൊട്ടന്മാരാക്കുകയല്ലേ. 21 കോടി രൂപ കായിക താരങ്ങൾക്ക് കുടിശ്ശിക സമാനത്തുകയും മറ്റും കുടിശ്ശിക കൊടുക്കാനുള്ള സമയത്താണ് ഇമാതിരി തട്ടിപ്പ് കൊണ്ടിറങ്ങിയത്. 200 കോടി രൂപയുടെ തട്ടിപ്പ്. ഇത്രത്തോളം തരത്തിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഇതൊരു സർക്കാർ സ്പോൺസർ തട്ടിപ്പ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അന്ന് ഭരിച്ചിരുന്ന LDF സർക്കാർ സ്പോൺസർ തട്ടിപ്പ് തന്നെയാണ്. നിഷയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൂടെ, ഇവിടെ വീണ്ടും LDF സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുകയും അത് ഉറക്കെ പറയുകയും ചെയ്തുകൊണ്ടിരുന്ന, പരസ്യമായിട്ട് കൈരളി ചാനൽ പോലും പറയാത്ത തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ചാനൽ, റിപ്പോർട്ടർ ചാനൽ, ഒരു എഡിറ്റർമാരെന്ന് പറഞ്ഞ അവരുടെ കൂട്ടത്തിലേക്ക് മാധ്യമപ്രവർത്തകരുടെ അതിന്റെ മുതലാളിയും കൂടെ കയറിയിരുന്ന് ചർച്ച നടത്തുകയാണ്. ഒരു കോട്ടിട്ട ചർച്ച നടത്തിക്കൊണ്ട് അങ്ങ് പറയുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇടപെടുന്നത് ശ്രീ ജിതിൻ ദേവ്. അല്ല, അത് ഓരോ സ്ഥാപനത്തിനും ഓരോരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, നിലപാടുകൾ എടുക്കാം. പക്ഷെ ഇത് മറ്റൊന്ന് അതെ, മാധ്യമ പ്രവർത്തകരുടെ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്ത തരത്തിലേക്കാണ് ആ മാധ്യമ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് കൊല്ലത്തൊക്കെ ആരെങ്കിലും ഏതെങ്കിലും മന്ത്രിമാരോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വന്നാലും റിപ്പോർട്ടർ ചാനലിന്റെ പാവപിടിച്ച റിപ്പോർട്ടർമാരെ കണ്ട് ചോദിക്കുക, മെസ്സി വരുന്നുണ്ട് കേട്ടോ, അതിന്റെ പ്രതികരണം എന്താ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോ വരുമ്പോൾ വെറുതെ പ്രതികരണം എടുത്ത് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ആസൂത്രിത തട്ടിപ്പാണ്. ഇതിനകത്ത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടുന്നത്, ഇതിനകത്ത് അടിയന്തരമായിട്ട് FIR ഇട്ട് ഈ അന്വേഷണം കേന്ദ്ര അവരുടെ ജോലി ചെയ്തതാണ്. ശ്രീ ജിതിൻ ദേവ്, തിരിച്ചു വരാം ഒറ്റ നിമിഷം. ശ്രീ D രവികുമാർ, മുൻമന്ത്രിയുടെ ഒരു വിശദീകരണം അല്പസമയം മുമ്പ് പുറത്തു വന്നാൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഇതാണ്: കേന്ദ്ര കായിക ധനമന്ത്രാലയങ്ങളുടെ അനുമതി വാങ്ങിയാണ് അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ ശ്രമം തുടങ്ങിയതെന്നാണ്. പക്ഷേ എനിക്ക് ആ ഡോക്യുമെന്റ്സ് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാകുന്ന അങ്ങനെ ഈ അർജന്റീന ടീമിനെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഇടപാടുകളൊന്നുമല്ല. അത് കേന്ദ്ര കായിക മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും ഒക്കെ സ്പോർട്സ് ആംഗിളിൽ അല്ലെങ്കിൽ ഈ എന്താ പറയുക വിദേശ പണമിടപാടുകളുമായി സംബന്ധിച്ച ചില കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. ഇതൊക്കെ വെച്ചിട്ട് ഇത്തരം ഒരു ഇവന്റിനായി ഇറങ്ങി പുറപ്പെടുന്ന മന്ത്രിയെ എന്താണ് പറയുക? ഒപ്പം തന്നെ മറ്റൊരു ഡോക്യുമെന്റ് മനസ്സിലാകുന്നത് ഈ AFA പ്രസിഡന്റിന്റെ മന്ത്രി ഒരു കത്ത് അയച്ചിട്ടുണ്ട് നേരത്തെ. അത് പക്ഷേ അവർക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കിട്ടിയതിന്റെ ഒരു അഭിനന്ദന കത്താണ്. അതിൻ്റെ കൂടെ സാധാരണ നിലയിൽ ഒരു ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശവുമാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ മതി അർജന്റീനൻ ടീമിനെ കൊണ്ടുവരാൻ എന്ന് ധരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ എന്താ പറയുക, വളരെ ബാലിശമായിരുന്നു ഇവരുടെ ചിന്താഗതിയും ഇവരുടെ അപ്രോച്ചും. FIFA has got its own protocols. They have their own standard operational procedures. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇവർ അപ്രോച്ച് ചെയ്യേണ്ടിയിരുന്നത്. ഇതിന് കേന്ദ്ര മന്ത്രാലയത്തിന്റെ
പെർമിഷൻ ആട്ടിയെടുക്കേണ്ട കാര്യമില്ല. അതിലും വേണ്ടിയിരുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൂടെ ആയിരുന്നു അവർ പോകേണ്ടിയിരുന്നത്. ദേ ഷുഡ് ഹാവ് ടേക്കൺ AFF ഇൻടു കോൺഫിഡൻസ്. അത് ആ സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തു കൂടാണ് AFFന്റെ സെക്രട്ടറി ഇപ്പോഴത്തെ സത്യനാരായണ. ഞാൻ ആ സമയത്ത് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് നേരിട്ട് ചോദിച്ചാണ്, നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ ഇങ്ങനെ കേരളത്തിലും? അവർ എന്നോട് പറഞ്ഞത് ഞങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല, ഞങ്ങൾക്ക് യാതൊരു അറിവില്ല, പത്രങ്ങളിൽ വരുന്ന വാർത്ത മാത്രമേ ഉള്ളതാണ്. അപ്പൊ ഇവരുടെ അപ്രോച്ച് ശരിയല്ല, ഒന്നും ശരിയായ രീതിയിലല്ല ഇവർ ചെയ്തത്. അതിന്റെ കൂടെ തെറ്റിദ്ധാരണാജനകമായ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മീഡിയയിൽ കൂടെ അവര് പരസ്യപ്പെടുത്തി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പൊ നേരത്തെ BJPയുടെ വക്താവ് പറഞ്ഞ പോലെ 20 കിലോമീറ്റർ റോഡ് ഷോ, ഒരു ഇന്റർനാഷണൽ മാച്ചിന് മുമ്പ് മെസ്സിയെ പോലുള്ള ഒരു താരത്തിനെ കൊണ്ട് 20 കിലോമീറ്റർ റോഡ് ഷോ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മാച്ചിന് 2 മണിക്കൂർ മുമ്പ് സ്റ്റേഡിയത്തിൽ വന്ന് അവര് വാമപ്പും ചെയ്ത് അത് കഴിഞ്ഞ് നേരിട്ട് മാച്ചിന് ഇറങ്ങില്ല. റോഡ് ഷോയ്ക്കെല്ലാം മെസ്സി ഇവിടെ വരുന്നതല്ല അർജന്റീന ടീമിനെ കൊണ്ടിരുന്നത്. റോഡ് ഷോ ഇസ് സെപ്പറേറ്റ്, ഇന്റർനാഷണൽ മാച്ച് ഇസ് സെപ്പറേറ്റ്. അപ്പൊ ഇതൊന്നും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ജനങ്ങളോട് വിശദീകരിക്കാതെ ജനങ്ങളെ ഒരു സ്വപ്ന ലോകത്തിലേക്ക് മെസ്സി വരുന്നു എന്നുള്ള ഒരു ആവേശം സൃഷ്ടിച്ച് അതിനകത്തൂടെ ഒരു പുകമറ സൃഷ്ടിച്ചു. അതിൽ എന്തൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെങ്കില് ചെയ്തതൊന്നും ശരിയായ രീതിയിലല്ല. ഇനി നമുക്ക് അറിയേണ്ടത്, ഒന്നുകിൽ മുൻ മുഖ്യമന്ത്രിയും മുൻ കായിക മന്ത്രിയും മറ്റ് വകുപ്പ് മന്ത്രിമാരും ഒക്കെ തീർത്തും നിഷ്കളങ്കരായ ഈ സ്പോൺസറെ വിശ്വസിച്ച പാവങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തോ ദുരൂഹമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു, മറ്റാരുടെയെങ്കിലും കള്ളപ്പണം ഇതിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും മറ്റ് കമ്പനികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു.